പുരോഹിത ദർശനം എന്ന ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ അതിഥിയായി ലഭിച്ചിരിക്കുന്നത് അധികം മുഖവുരകളൊന്നും വേണ്ടാത്ത ക്രിസ്തീയ സമൂഹത്തിന് വളരെ സുപരിചിതനായ TJ ജോഷുവ അച്ഛനാണ്. അച്ഛൻ്റെ വിലപ്പെട്ട സമയം നമ്മുടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ബഹുമാനപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം, നന്ദി. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ എഴുത്തുകൾ പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകത്തിന്, സഭാ സമൂഹത്തിന് മുഴുവനായും സാമൂഹ്യ ദർശനത്തോടെ തൻ്റെ ജീവിത ദർശനങ്ങളും ഒപ്പം ക്രൈസ്തവ ദർശനം ഏറ്റവും സാമൂഹ്യമായ നിലയിലേക്ക് എഴുത്തുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും വളരെ ജീവസുറ്റ വാക്കുകളിൽ ഈ കാലങ്ങളിൽ പ്രദർശിപ്പിക്കുവാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പ്രഭാഷണ കലയും ഒപ്പം തന്നെ അച്ഛൻ്റെ രചന വൈഭവവും ഈ ലോകം മുഴുവൻ ഒരു വാക്കും പറയാതെ തന്നെ എല്ലാവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡ് ഏറെ വിലപ്പെട്ടതാണ്. അച്ഛനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ രചനകൾ എപ്പോഴും അതിൽ ഒരു തേങ്ങലുണ്ട്. ആ തേങ്ങലുകൾ ക്രിസ്തുവുമായി ബന്ധമുള്ളതും ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നതുമാണ്. രചനകളുടെ ആധിക്യം പലപ്പോഴും അച്ഛനെ അലട്ടുന്നു എന്നതും വളരെ ചിന്ത നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ചിന്തകൾ, രചനകൾ, ഇവയെക്കുറിച്ച് അച്ഛൻ ഒന്ന് വിവരിക്കാം. ഒന്നാമത് ഞാൻ ഇന്നത്തെ ചിന്താവിഷയം എന്ന പങ്ക്തി അതിനെപ്പറ്റി പരാമർശിക്കട്ടെ. ഇപ്പോൾ 27 വർഷമായി ഒരാഴ്ച പോലും മുടങ്ങാതെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മുൻഗാമി മനോരമ പത്രാധിപ സമിതിയിൽപ്പെട്ട T. ചാണ്ടി സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്ത് അദ്ദേഹം തളർന്നു കിടക്കുന്ന സമയത്തും കാഴ്ചയില്ലാതെ ആയിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരെണ്ണം എഴുതി തരണമെന്ന്. എനിക്കത് വളരെ ആശ്ചര്യമായി തോന്നി. ഞാൻ പത്രാധിപരോ അതുപോലെ തന്നെ മറ്റ് ജേർണലിസത്തിലൊന്നും പരിചയമില്ലാത്ത ഒരാൾ ഇതിങ്ങനെ എങ്ങനെ എഴുതും? അത് അവർ 1-2 പേരെ നോക്കിയിട്ടാണ് എന്നെ സമീപിച്ചത്. ഞാൻ എഴുതി, അത് തൃപ്തിയായി. ഞാൻ തുടർച്ചയായിട്ട് പിന്നെ എഴുതുവാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അതിനെപ്പറ്റി ഒരു വിമർശനം ഇടയ്ക്ക് ഉണ്ടായി. അച്ഛൻ്റെ എഴുത്തുകളിൽ എല്ലാം ബൈബിൾ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. മനോരമ വായനക്കാരുടെ ബഹുഭൂരിപക്ഷവും അക്രൈസ്തവരാണ്. അവർക്ക് ഇവിടെ താല്പര്യം വരത്തക്കവണ്ണവും അവർക്ക് കൂടി രുചിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ ഇതര മതസ്ഥർക്ക് കൂടി തൃപ്തികരമായ വിധത്തിൽ എഴുതുവാൻ കഴിയുമോ എന്നോട് ചോദിച്ചും കൊണ്ട് അവരാവശ്യപ്പെട്ടു. ഞാൻ മറുപടി നൽകി, ഐ എം എ ബൈബിൾ ടീച്ചർ. ഞാൻ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ ശുശ്രൂഷ. ക്രിസ്തു കേന്ദ്രീകൃതമാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് അത് വിട്ടിട്ട് എനിക്ക് പറ്റുന്നു. നിങ്ങൾ മറ്റാരെ കൊണ്ടെങ്കിലും എഴുതിക്കുക, എനിക്കതിന് ഉള്ള കഴിവില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ ഒരു ഹൈന്ദവ സന്യാസിയെ കൊണ്ട് 4 എണ്ണം എഴുതിച്ചു. അങ്ങനെ എഴുതാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും എഴുതണമെങ്കിൽ എൻ്റെ ഇനീഷ്യൽ വയ്ക്കണം. കാരണം മറ്റൊരാളും കൂടി എഴുതി തുടങ്ങി എന്നുള്ളത് കൊണ്ട് TJ എന്ന അന്ന് മുതലാണ് തുടങ്ങിയത്. അതിനു മുമ്പ് അതില്ലായിരുന്നു. അപ്പോൾ സന്യാസി 4 എണ്ണം എഴുതി. ആ ഇടയ്ക്ക് ഞാനും 1.5 വിട്ട് എഴുതി. പക്ഷേ സന്യാസിയുടെ ഇത് വന്നപ്പോഴേക്കും അവരുടെ ഫീഡ്ബാക്ക് കിട്ടിയത് ബഹുഭൂരിപക്ഷം പേരും അറിയിച്ചു, ഞങ്ങൾക്ക് ഇതല്ല വേണ്ടത്, മുമ്പത്തെ ശൈലിയിലുള്ളത് മാത്രം മതി എന്ന് വന്നപ്പോൾ അവർ മറ്റൊരു ഡ്രോപ്പ് ചെയ്ത് ഞാൻ മാത്രമായി തീർന്നു. അങ്ങനെയാണ് ഞാൻ ഈ വിധത്തിൽ മാത്രമായത്. ഒരു മുസ്ലിം എന്നിവർക്ക് ഫോൺ ചെയ്തു, അച്ഛൻ്റെ ഇത് ഞാൻ വായിക്കാറുണ്ട്, എനിക്ക് സന്തോഷമാണ്, നല്ല മെസ്സേജുണ്ട്, എന്നാൽ എനിക്കൊരു ഉപദേശമുണ്ട്, ഖുർആൻ കൂടി അച്ഛൻ വായിച്ച് അതിൽ നിന്നുള്ള സന്ദേശം കൂടി ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഇതിനകത്ത് ഒരു ക്രൈസ്തവ സന്ദേശം, അപ്പം ഞാൻ പലരോടും പറയും,
ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലാസ്റ്റ് പേജ് നോക്കുകയാണെങ്കിൽ അവിടെ ഹിന്ദു മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത്. എന്നതുപോലെ മനോരമ ഒരു ക്രിസ്തീയ സന്ദേശം ആഴ്ചതോറും കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? അതുകൊണ്ട് അങ്ങനെ മതി എന്ന് ഞാൻ പറഞ്ഞ് തൃപ്തിയായിട്ട് അത് 27 വർഷമായി തുടരുന്നു. പിന്നെ ഞാൻ ആദ്യം എഴുതിയ ഒരു പുസ്തകമെന്ന് പറയുന്നത് വിശുദ്ധ നാട്ടിൽ എന്നുള്ളതാണ്. ഞാൻ പഠിക്കുവാനായി 1974 യെരുശലേമിൽ പോയി 1 വർഷം അവിടെ താമസിച്ച് ഗവേഷണ പഠനം നടത്തി. അന്ന് ഞായറാഴ്ചകളിലേക്ക് മനോരമയിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു ലേഖനമായിട്ട് അവിടെ പോകുന്ന സന്ദർശിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കുറേ ലേഖനങ്ങൾ അയച്ചു. അത് അവർ പ്രസിദ്ധീകരിച്ചു. പിന്നീട് ഞാൻ അത് കൂടാതെ മറ്റു പലതും കൂടെ ചേർത്ത് ഒരു പുസ്തകം എഴുതി വിശുദ്ധ നാട്ടിൽ. അതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത്. പിന്നീട് എനിക്ക് ഏറ്റവും എന്നെ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പൗലോസ്ലീഹായാണ്. അതെൻ്റെ എഴുത്തുകളിലെല്ലാം വരും പൗലോസിൻ്റെ ഒരു കൊട്ടേഷൻ. അതുകൊണ്ട് ഒരാൾ ചോദിച്ചു, അച്ഛനും പൗലോസ്ലീഹായും തമ്മിലുള്ള ബന്ധമെന്തുവാ ഇത്രയധികം എല്ലാ ലേഖനത്തിലും ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ജ്യേഷ്ഠത്തി അനിയത്തി മക്കളാണ് എന്ന് ഞാൻ തമാശയായിട്ട് പറഞ്ഞത് ഓർക്കുന്നു. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനകൾ എന്നെ വളരെ സ്പർശിച്ചു. ആഫ്റ്റർ ക്രൈസ്റ്റ്, ക്രിസ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി പൗലോസ് അപ്പോസ്തലനാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഹീ ഈസ് ദ സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തു കഴിഞ്ഞാൽ ഈ ക്രിസ്തീയ സഭയ്ക്ക് ഏറ്റവും അധികം കടപ്പാടുള്ളത് പൗലോസ് അപ്പോസ്തലനോടാണ്. കാരണം ക്രിസ്തുവിനെ അദ്ദേഹം എന്ത് ചെയ്തു, അതിൻ്റെ ഫലമെന്ത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഇല്ലായിരുന്നു എങ്കിൽ ക്രിസ്തുവിനെ നാം ഇന്ന് അറിയുന്ന വിധത്തിൽ അറിയുവാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് എൻ്റെ പക്ഷം. അപ്പം ഞാൻ ഇവിടെ സെമിനാരിയിൽ പഠിപ്പിച്ചതും പോളൈൻ തോട്ട് പൗലോസിൻ്റെ ചിന്താധാരയാണ്. അതുകൊണ്ട് എനിക്ക് എന്നെ സ്പർശിച്ച ഒന്നാണ്, ഓരോ ലേഖനവും തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയോടെയാണ്. ഏത് സഭയ്ക്ക് വേണ്ടി എഴുതുന്നുവോ ആ സഭയുടെ ആ അവസ്ഥയെ മനസ്സിലാക്കി ആദ്യം സ്തോത്രം ചെയ്യുന്നു, രണ്ടാമത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന എല്ലാ ലേഖനത്തിലുമുണ്ട്. അതെന്നെ സ്പർശിച്ചു. അതുകൊണ്ട് ഞാൻ പിന്നീട് ഈ പ്രാർത്ഥനകൾ എല്ലാം കൂടി സമാഹരിച്ച് പൗലോസിൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. മലയാളത്തിൽ അങ്ങനൊരു പുസ്തകം ആരും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പൗലോസിനെ സംബന്ധിക്കുന്ന അനവധി കൃതികളുണ്ടെങ്കിലും പ്രാർത്ഥനകൾ മാത്രം തിരഞ്ഞെടുത്ത് ആരും അങ്ങനെ എഴുതിയിട്ടില്ല. അത് ആദ്യകാലത്തെ ഒരു കൃതിയാണ്. പിന്നീട് ഞാൻ FS ലേഖനത്തെപ്പറ്റി ആധികാരികമായ ഒരു കമൻ്ററി എഴുതിയിട്ടുണ്ട്. അത് TLC അത് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒന്നാണ്. റോമാ ലേഖനത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്, അത് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ വേദപുസ്തക സംബന്ധമായിട്ടുള്ളത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നി, സങ്കീർത്തനങ്ങൾ, ഞാൻ പഴയ നിയമമല്ല, എൻ്റെ വിഷയം പുതിയ നിയമമാണ്. അപ്പോൾ സങ്കീർത്തനത്തെക്കുറിച്ച് ഞാനൊന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ആദ്യം ഒരു കൃതി 51 സങ്കീർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പ്രസിദ്ധീകരിച്ചു, സങ്കീർത്തന ധ്യാനം എന്ന് പറഞ്ഞ്. അത് വളരെ പ്രചാരത്തിലായി. അപ്പോൾ മുതൽ മാത്യു ഡാനിയലച്ചൻ, ക്രൈസ്തവ സാഹിത്യ സമിതിയുടെ സെക്രട്ടറി, എൻ്റെ വലിയ ആത്മസുഹൃത്തും എൻ്റെ വലിയ അഭ്യുദയകാംക്ഷിയുമാണ്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയും, അച്ഛാ സങ്കീർത്തനം 51 150, ബാക്കിയുള്ള എഴുതണം. അങ്ങനെ ഞാൻ 150 സങ്കീർത്തനങ്ങളെക്കുറിച്ചും എഴുതി. അത് ഇപ്പോൾ 6 പതിപ്പായി, വലിയ ബൃഹത്തായ ഒരു പുസ്തകം. മാർത്തോമാ സഭയിലെ ക്രിസോസ്റ്റം തിരുമേനി ഇത് പലർക്കും സമ്മാനമായി ഈ പുസ്തകം കൊടുക്കുന്നുമുണ്ട്. എന്ന് മാത്രവുമല്ല, ഈ സങ്കീർത്തന ധ്വനി കണ്ടതിന് ശേഷമാണ് KP യോഹന്നാൻ മെത്രാപ്പോലീത്തായ്ക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്ര ചാനലിൽ സങ്കീർത്തനത്തെക്കുറിച്ചുള്ള ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യണമെന്ന് എന്നോട് ആദ്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നോ പറഞ്ഞു. എനിക്കത്ര താല്പര്യമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തോന്നി അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്. ഒരു കത്തോലിക്ക ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്ന ഒരാളിനെ എൻ്റെ അടുക്കൽ അയച്ചു. അയാൾ പറഞ്ഞു, വെച്ചാൽ ഞാൻ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്ന ആൾ, നമുക്ക് ശരി. അങ്ങനെ എഴുതിയിട്ട് ആത്മീയ യാത്രയിൽ ഇപ്പോഴുമുണ്ട്.
എല്ലാ ദിവസവും ആ. ഈ സങ്കീർത്തനത്തിൻ്റെത് ഉണ്ട്. 3 പേര് അത് സങ്കീർത്തനം പാടും. ഒരു സങ്കീർത്തനം 3 പെൺകുട്ടികൾ ഇരുന്ന് ആ പാട്ടിൻ്റെ ട്യൂൺ കൊടുത്തത് സെമിനാരിയിലെ MP ജോർജത്തിന് 4 ട്യൂണുണ്ട്. അത് കഴിഞ്ഞ് ഒരാൾ അതിനെപ്പറ്റി ജനറൽ കമൻട്രി പറയും, പിന്നെ ഞാൻ വന്നതിൻ്റെ മെസ്സേജ് പറയും. ആ ഒരു അനുഭവം സങ്കീർത്തനത്തിൻ്റെ ആ പുസ്തകമാണ് ഈ വിധത്തിലുള്ള ചാനലിലേക്ക് പോകാൻ ഇടയായത്. ഇങ്ങനെ ബൈബിൾ സെൻറ്റേഡായിട്ടുള്ള പുസ്തകങ്ങളാണ് എൻ്റേത് ഏറെ അധികവും വന്നിട്ടുള്ളത്. അത് അച്ഛന്മാർക്ക് വളരെ അധികം പ്രചോദനമാണ്. ഇപ്പോഴും കുടുംബത്തെ പറ്റിയുള്ളത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കുടുംബദർശനം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനേക്കാൾ ഒക്കെയും ബൈബിളിലെ കുടുംബങ്ങൾ ഇപ്പോൾ അത് 10 പതിപ്പായി. അത്രയും പോപ്പുലറായിട്ടൊരു പുസ്തകം CSSൽ ഇല്ല. പഴയ നിയമത്തിലെ 12 കുടുംബങ്ങൾ, പുതിയ നിയമത്തിലെ 8 കുടുംബങ്ങൾ, 12, 8, 20 കുടുംബങ്ങളെ പറ്റി ഒരേ പാറ്റേണിൽ ആ കുടുംബത്തെപ്പറ്റി പൊതുവായൊരു ചർച്ച, ആ കുടുംബത്തിൻ്റെ സവിശേഷതകൾ, നമുക്ക് ആ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം, അങ്ങനെ ബൈബിളിലെ കുടുംബങ്ങൾ. അതിൽ ഇംഗ്ലീഷുമുണ്ട്, ഫാമിലീസ് ഇൻ ദ ബൈബിൾ, ആൻഡ് ദാറ്റ് ഹാസ് ബിക്കം വെരി പോപ്പുലർ. അപ്പോഴെനിക്ക് തോന്നി ബൈബിളിലെ വനിതകളെ പറ്റി ഒന്ന് എഴുതണമെന്ന്. 35 വനിതകളെ പറ്റി ചേർത്ത് ഒന്ന് എഴുതി. ഇങ്ങനെ ധാരാളം എഴുതി ഇപ്പോഴും എഴുത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അച്ഛൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്ന് വരാനായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ, വൈദിക ശുശ്രൂഷ, പ്രത്യേകിച്ച് ഒരു അധ്യാപന കല എന്ന് പറയുന്നത് വളരെ ഉദ്യോഗഭരിതമായിട്ടുള്ള ഒന്നാണ്. അച്ഛൻ ഈ ശുശ്രൂഷയിലേക്ക് വരാനായിട്ടുള്ള സ്വാധീനം എന്തെല്ലാമാണ്? ഞാൻ ചെറുപ്പത്തിൽ ഏതാണ്ട് 5 വയസ്സായിരുന്നപ്പോൾ എനിക്കൊരു ടൈഫോയിഡ് വന്ന് ഞാൻ മരിക്കും എന്നുള്ള അവസ്ഥയിൽ, നാട്ടുമ്പുറത്താണ്, ഞാൻ കോന്നിയിലാണ് എൻ്റെ വീട്, ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. അന്ന് ഇതുപോലെയുള്ള മെഡിക്കൽ എയ്ഡുകളൊന്നുമില്ല. ഇപ്പം ഞാൻ 90ലേക്ക് കടക്കുക, അത്രയും പ്രായമുണ്ട്. വരുന്ന മാസം 13-ാം തീയതി എൻ്റെ 90ാം ജന്മദിനമാണ്. അപ്പോൾ അന്ന് ചെറുപ്പത്തിൽ ഇതൊന്നും ഇല്ലാതിരുന്ന സ്ഥാനത്ത് വളരെ അസലനിലായപ്പോൾ എൻ്റെ അമ്മ നേർന്നു, ഈ കുഞ്ഞിനെ സുഖത്തോട് കിട്ടിയാൽ അവനെ ദൈവവേലയ്ക്ക് സമർപ്പിച്ചേക്കാം. അച്ഛനൊന്നും പറഞ്ഞില്ല, ദൈവവേലയ്ക്ക് സമർപ്പിച്ചേക്കാം, ദൈവം കൃപ എനിക്ക് സൗഖ്യം തന്നു. അമ്മ അതിന് ഇടയ്ക്കിടയ്ക്ക് പറയും, മോനെ നിന്നെ ഞാൻ നേർന്നതാ. അങ്ങനെ ആയിട്ട് ഞാൻ ചെറുപ്പത്തിൽ മദുബായിൽ കയറി, പിന്നെ ഷമ്മാശനായി. 16-ാമത്തെ വയസ്സിൽ ഞാൻ ഷമ്മാശനായി, കൊച്ചി ഷമ്മാശൻ. അന്ന് കോന്നിയിൽ ഞാൻ ഈ കുപ്പായിട്ടോട്ട് പോകുമ്പോൾ കോന്നിക്കാർക്കൊരു കാഴ്ചയാണ്. കാരണം വലിയ ആനയും കുട്ടി ആനയും ഒരുമിച്ച് ഇങ്ങനെ കോന്നിയിൽ കൂടെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ പോലെ വലിയ അച്ഛന്മാരുടെ കൂടെ ഒരു കൊച്ചച്ഛനും ചെമ്പാച്ചനും കുപ്പായിട്ട് പോകുന്ന ഒരു കാഴ്ച പലർക്കും കൗതുകമായിരുന്നു. അങ്ങനെ വന്ന് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള 2 തിരുമേനിമാരുണ്ട്. ഒന്ന് പുത്തൻകാവിൽ കൊച്ചി തിരുമേനി ഫീലിക്സിനോസ് തിരുമേനി, അദ്ദേഹമാണ് എന്നെ കോളേജിൽ വിട്ടത്. അദ്ദേഹമാണ് എനിക്ക് ബിഷപ്സ് കോളേജിൽ BD-ക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തന്നത്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഞാൻ BA-യുടെ ഫൈനൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ BD-യുടെ റിസൾട്ട് ഞാൻ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ സമയമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ BD റിസൾട്ട് വരുന്നതിന് മുമ്പ് പഴയ സെമിനാരിയിൽ എന്നെ അധ്യാപകനായി 54-ൽ അന്നത്തെ കാതോലിക്ക ബാവ ഗിവറിസ് തുര്യൻ ബാവ എന്നെ നിയമിച്ചു. എന്നെ ഷമ്മാശനാക്കിയതും അച്ഛനാക്കിയതും പുത്തൻ കുർബാന ചൊല്ലിച്ചതും എല്ലാം അദ്ദേഹമാണ്. എന്നോട് പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നതുകൊണ്ട് കൊച്ചി ഷമ്മാശനായിട്ട് എന്നെ സെമിനാരിയിൽ അധ്യാപകനാക്കി. അതിനകത്ത് രസകരമായൊരു അനുഭവം, എന്നേക്കാൾ പ്രായം കൂടിയവരധികം പേര് ഇവിടെ പഠിക്കുന്നവരായിട്ടുള്ളത് ഷമ്മാശന്മാരും ഉണ്ട്. അപ്പോൾ ഇവിടെ സന്ദർശകനായി വന്ന ഒരാൾ എന്നോട് ഒരു ദിവസം ചോദിച്ചു, ചെമ്മാച്ചൻ ഇത് എത്രാമത്തെ വർഷമാണ്? ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ഇയർ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് ഇയറേ ആയുള്ളൂ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ അധ്യാപകനായിട്ട് ഫസ്റ്റ് ഇയർ എന്നാണ് പറഞ്ഞു. ചെമ്മാച്ചൻ അധ്യാപകനാണോ എന്ന്? അത്ര ചെറുപ്പത്തിൽ അധ്യാപകനെ 60 വർഷം ഇവിടെ ഈ പഴയ സെമിനാരിയിൽ ഞാൻ അധ്യാപകനായി പ്രവർത്തിച്ചു. ഞങ്ങളുടെ സഭയിലെ ഭൂരിപക്ഷം തിരുമേനിമാരെ ഇപ്പോഴത്തെ കാതോലിക്ക ബാവ ഉൾപ്പെടെയുള്ള എല്ലാവരെയും പഠിപ്പിക്കുവാനുള്ളൊരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളായ വൈദികരുടെ ആ സന്തോഷപൂർവമായിരിക്കുന്ന സ്വാഗതം എനിക്ക് ലഭിക്കുന്നുണ്ട്. അച്ഛൻ്റെ അധ്യാപനത്തിൻ്റെ ഈ മേഖലയിൽ
പ്രത്യേകിച്ച് 60 വർഷങ്ങൾ ഒരു പുരുഷായുസിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ അധ്യാപനത്തിനായിട്ട് ചിലവഴിക്കുവാൻ അച്ഛന് സാധിച്ചു. ഈ വൈദിക അഭ്യസനത്തിൽ അച്ഛൻ്റെ ഈ കാലങ്ങളിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഉത്തമനായ വൈദികൻ എപ്രകാരം ആയിരിക്കണം എന്നുള്ളതാണ് അച്ഛൻ്റെ കാഴ്ചപ്പാട്. പിന്നെ വൈദികൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെപ്പറ്റി ഞാനാണ് ഇവിടെ പ്രാക്ടിക്കൽ തിയോളജി എടുത്തുകൊണ്ടിരുന്നത്. അതായത് വൈദികൻ്റെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെപ്പറ്റി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതുപോലെ തന്നെ പ്രസംഗ പരിശീലനവും ഞാനാണ് ഇവിടെ നടത്തിയത്. ദീർഘകാലം പ്രസംഗ പരിശീലനം നടത്തിയത്. അപ്പോൾ അവർ വിദ്യാർത്ഥികൾ പ്രസംഗം എഴുതി എന്നെ കാണിക്കണം നേരത്തെ. അന്നേരം ഞാൻ നോക്കിയിട്ട് അതിന് ഒരു ഇൻട്രഡക്ഷൻ വേണം, അതിന് വിഷയ വിഭജനം വേണം, അതിനൊരു കൺക്ലൂഷൻ വേണം, ആ സമയത്തിൻ്റെ പരിധി, ഇതെല്ലാം ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാതിരിക്കണം. ആ ഒരു നിലയിലെല്ലാം അവർ ഔട്ട്ലൈൻ എഴുതിക്കൊണ്ട് തരുമ്പോൾ എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കും. അത് എന്നിട്ട് വന്നാണ് അവർ പിന്നെ പ്രസംഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രോത്സാഹനവും അതുവേണ്ടി ഒരു പരിശീലനവും അവർക്ക് കൊടുത്താണ് വിടുന്നത്. അപ്പോൾ പ്രസംഗം എപ്പോഴും കൃത്യസമയത്തായിരിക്കണം. എനിക്ക് ആ കാര്യത്തിൽ നിർബന്ധമുണ്ട്. ഈ നീണ്ടുപോകുന്ന പ്രസംഗത്തോട് ഞാൻ വളരെ അസംതൃപ്തനും തന്നെയല്ല. സെമിനാരിയിലെ വിദ്യാർത്ഥികളും ജോഷുവ അച്ഛൻ തലചൊറിയാൻ തുടങ്ങിയാൽ പ്രസംഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അമർഷവും പ്രതിഷേധവുമാണ് എന്ന് പറയുമായിരുന്നു. കാരണം അത് കൃത്യസമയത്ത് തുടങ്ങണം. കുർബാന മധ്യേ, ഞങ്ങളുടെ കുർബാന ദീർഘമായ കുർബാനയാണ്, 1 മണിക്കൂർ വേണ്ടി വരും. ആ 1 മണിക്കൂർ വേണ്ടിയിരിക്കുന്ന ആരാധന മധ്യേ അരമണിക്കൂർ മറ്റ് നീട്ടി പ്രസംഗിക്കുന്നത് അസ്ഥാനത്താണ്. നോട്ട് മോർ ദാൻ 15 മിനിറ്റ്സ് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ ഒക്കും എന്നാണ് എൻ്റെ വിചാരവും എൻ്റെ അനുഭവവും അത് തന്നെയാണ്. അപ്പോൾ ഒരു വൈദികൻ ആരാധനയിൽ ശ്രദ്ധിക്കണം, വചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അത് ഞാൻ എപ്പോഴും പറയും. ഞങ്ങളുടെ പല വൈദികർക്കും ആരാധന എത്രയും ഹൃദ്യമായി നീട്ടി ചൊല്ലി സുറിയാനിയും ഉൾപ്പെടുത്തി അത് കർണപീയൂഷമായ നിലയിൽ ആലപിച്ചാൽ അതായിരിക്കും മതി എന്ന് വിചാരിച്ചുകൊണ്ട് ആരാധന മാത്രമായി ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ അതിനോട് വിയോജിക്കുന്ന ആളാണ്. ആരാധനയുടെ ഭാഗമാണ് വചന ശുശ്രൂഷ. ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ആസ് വെൽ ആസ് ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് രണ്ടും ഒരുപോലെ വേണ്ടതാണ്. അപ്പം നുറുക്കി കൊടുക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വചനവും വിഭജിച്ച് ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ഇത് നമുക്ക് അറിയാം. എമ്മാവൂസിൽ പോയ ആ ശിഷ്യന്മാരുടെ അനുഭവത്തെ നമുക്ക് ഓർത്താൽ അറിയാം. ആദ്യത്തെ ഭാഗം വചന ശുശ്രൂഷയാണ്. കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്തൊക്കെ തന്നെപ്പറ്റി എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഭവനത്തിലെത്തി അപ്പം നുറുക്കൽ. അത് ഇന്നത്തെ കുർബാനയുടെ ഒരു മോഡൽ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. അത് ഇന്നും തുടരേണ്ടിയിരിക്കുന്ന ഒന്നാണ്. അത് ആരാധനയെ സംബന്ധിച്ചുള്ള വൈദികർക്കുള്ളത്. 2, ഞാൻ എപ്പോഴും നിഷ്കർഷിക്കുന്ന ഒന്നാണ് ജനസമ്പർക്കം എന്നുള്ളത്. പള്ളിയിൽ മാത്രമല്ല അച്ഛൻ്റെ വേദി. പള്ളിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു അച്ഛൻ ഹി വിൽ ബിക്കം വെരി അൺപോപ്പുലർ. കർത്താവ് പറയുന്ന ഇടയൻ തൻ്റെ ആളുകളെ അറിയുന്നു, ആളുകൾക്ക് മുമ്പേ നടക്കുന്നു, ആളുകളുമായി ക്ലോസ് ആയിട്ടുള്ള ബന്ധം പുലർത്തണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, എ ഹൗസ് ഗോയിങ് പാഴ്സൺ മേക്സ് എ ചർച്ച് ഗോയിങ് പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഭവന സന്ദർശനം, അത് പ്രത്യേകിച്ച് രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ട് എന്ന് അറിഞ്ഞാൽ അത് ചിലർ പറയുന്ന ഒരു സമാധാനമുണ്ട്. നിങ്ങൾ ആരെങ്കിലും രോഗികളായിട്ടുള്ള കശിഷ്യന്മാരെ വരുത്തട്ടെ, അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലണ്ട, വിളിച്ചാൽ ചെന്നാൽ മതി എന്ന് ഞാൻ പറയുന്ന ചിലരുണ്ട്. എനിക്ക് തമാശയായിട്ട് ഞാൻ പറഞ്ഞു. പക്ഷേ അതിനകത്തുള്ളത് രോഗികളെ സന്ദർശിക്കുന്നത്. അതുപോലെ തന്നെ പള്ളിയിൽ വരാതെ ഇരിക്കുന്ന പ്രായമുള്ളവരുണ്ട്. ഈ ഒരു ഭവന സന്ദർശനവും ജനസമ്പർക്കവും ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒന്നാണ്. 3-മത്തെ ഒരു കാര്യം അഡ്മിനിസ്ട്രേഷനാണ്. അത് നല്ല ആരാധനയാണ്, ജനസമ്പർക്കമുണ്ട്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ പരാജയപ്പെട്ടാൽ കണക്കുമില്ല, കയ്യുമില്ല, ഒന്നുമില്ല, എല്ലാം കൊഴിഞ്ഞു മറിഞ്ഞു പോകും. ആ ഇടവകയിൽ വളരെ അസംതൃപ്തിയും പ്രശ്നങ്ങളും ഉണ്ടാകും. ഈ 3 കാര്യത്തിലും വൈദികർ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇടവക പ്രവർത്തനം വിജയകരമായി തീരുകയുള്ളൂ എന്നാണ്
എൻ്റെ ചിന്തയും അനുഭവവും. അച്ഛൻ്റെ കുടുംബ പശ്ചാത്തലം, അച്ഛൻ്റെ മക്കൾ, ഇവരെ സംബന്ധിച്ച് അച്ഛൻ്റെ മനസ്സിൻ്റെ ഓർമ്മകൾ എന്തെല്ലാമാണ്? ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യവാനാണ്. ഉത്തമമായ ഒരു കുടുംബം എനിക്ക് ഉണ്ടാകുവാൻ സാധിച്ചു. പക്ഷേ ഞങ്ങളുടെ കുറിച്ചിയിലെ ബാവ ഞാൻ അവിവാഹിതനായിരുന്ന് ഒരു മേൽപ്പട്ടക്കാരനായിത്തീരണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പല തിരുമേനിമാരോടും പറഞ്ഞിട്ടുണ്ട്. അയാളുടെ കൊള്ളാം, അയാൾ നല്ലതാണ്, എനിക്ക് അയാളുടെ താല്പര്യമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയത് വെല്ലൂർ ആശുപത്രിയിലാണ്. വെല്ലൂരിലെ ഡോക്ടറായിരുന്നു. ആ വെല്ലൂരിലെ ഫസ്റ്റ് ബാച്ചിൽ പഠിച്ച ആളാണ്. ഒരച്ഛൻ്റെ മകളാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വിവാഹ നിശ്ചയത്തിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞ് ബാവായോട് ഇതൊന്ന് പറയാൻ വലിയ പ്രയാസമായിരുന്നു. ബാവ വല്ലതും തെറ്റായി പറഞ്ഞാൽ ഇതെനിക്ക് ആകപ്പാടെ വലിയ മനപ്രയാസം. എന്നാൽ ബാവായ്ക്ക് ഈ വ്യക്തി അറിയാമായിരുന്നു. കാരണം എൻ്റെ രോഗാവസ്ഥയെപ്പറ്റിയൊക്കെ ബാവായ്ക്ക് എഴുതി അറിയിച്ചിരുന്നു അവിടെ നിന്ന്. അതുപോലെ മറ്റ് ഒരു തിരുമേനി രോഗാവസ്ഥയിലായിരുന്നപ്പോഴും ഒരു അച്ഛൻ്റെ മകൾ എന്നുള്ള ആ വിവരവും ബാവായ്ക്ക് എഴുതി അറിയിച്ചിരുന്നു. അങ്ങനെ ബാവായുമായിട്ട് കറസ്പോണ്ടൻസ് ഉണ്ടായിരുന്നുകൊണ്ട് ഈ വ്യക്തി അറിയായിരുന്നു. ആരെയാണ് കല്യാണം കഴിക്കുന്നതിനോട് ചോദിച്ചാൽ പിന്നാരെയാണ്. കൊള്ളാം, അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാൻ വിവാഹിതരായി തീർന്നത്. അത് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ഭാഗ്യമായിരുന്നു. കാരണം ഒരച്ഛൻ്റെ മകൾ, വലിയൊരു ട്രെയിനിങ് ഉള്ള ഒരു ഡോക്ടർ, ഒരു ആദർശനിഷ്ഠയുള്ള ഒരാൾ. എൻ്റെ വൈഫിനെ പറ്റി ഞാൻ മരണത്തിന് ശേഷം എഴുതിയൊരു പുസ്തകമുണ്ട്, കൂട് അണഞ്ഞ ഇണക്കിളി എന്ന പുസ്തകത്തിൻ്റെ പേര്. അത് 3 പതിപ്പുകൾ ആയി. കാരണം എൻ്റെ 2 മക്കൾ, ഒരു മൂത്തത് മകൻ, ഇളയത് മകൾ. മൂത്ത ആളിൻ്റെ പേര് റോയി. അത് ഞാൻ 23-ാം സങ്കീർത്തനത്തിൽ റോയോ യഹോവ എൻ്റെ ഇടയൻ എന്നുള്ളതിന് റോയി എന്നുള്ള വാക്ക് റോയോയുടെ ചുരുക്കമാണ്. ഇടയൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഞാൻ അന്നത് പഠിച്ച സമയത്ത് അവൻ ആദ്യം ഉണ്ടായത് റോയി എന്ന് പേരിട്ടു. രണ്ടാമത്തേത് മകളാണ്, അവൾ രേണുവാണ്. ഈ 2 മക്കളുടെയും വളർച്ചയിൽ എന്നെക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് എൻ്റെ ഭാര്യയാണ്. കാരണം ഞാൻ തിങ്കൾ മുതൽ വെള്ളി വരെ സെമിനാരിയിൽ അധ്യാപകൻ, ഇവിടെ താമസമാണ്. പിന്നെ വെള്ളിയാഴ്ച എന്നാൽ കൺവെൻഷനാണ്. അത് ഒരറ്റം മുതൽ മറ്റേറ്റം വരെ അന്നത്തെ കൺവെൻഷൻ വേദികളിൽ ഞാനും MV ജോർജ് അച്ഛനും ഞങ്ങൾ 2 പേരും, പിന്നെ ഒസ്താത്യൂസ് തിരുമേനിയാണ് അദ്ദേഹം, ഞങ്ങൾ 2 പേരും ഇല്ലാത്ത കൺവെൻഷൻ ഓർത്തഡോക്സ് സഭയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ആ വിധത്തിൽ പോകണം. പിന്നെ പള്ളിയുണ്ട്. ഈ ഒരു വിധത്തിൽ എൻ്റെ 2 മക്കളുടെയും വളർച്ചയിലും പഠനത്തിലും ഏറ്റവും ശ്രദ്ധിച്ചത് എൻ്റെ ഭാര്യയാണ്. അച്ഛൻ്റെ ഏറ്റവും ധന്യമായ അനുഭവങ്ങളാണ് ഇന്നത്തെ ഈ അഭിമുഖത്തിൽ അച്ഛൻ പങ്കിട്ടത്. അതിൻ്റെ കൺക്ലൂഡിംഗ് ആയിട്ട് അച്ഛൻ്റെ ഈ ആയുസിൻ്റെ 90 വർഷം പിന്നിടുമ്പോൾ അച്ഛൻ്റെ മുൻപിൽ അച്ഛൻ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് എന്താണ്? ഇപ്പോഴെനിക്ക് ഞാൻ പറയും ഏറ്റവും ഭാഗ്യകരമായ ഒരവസ്ഥയിലാണ് ഞാൻ. കാരണം സമ്പത്തൊന്നും എനിക്ക് അധികമില്ല. പക്ഷേ എനിക്ക് വളരെയധികമായ സൗഹൃദമുണ്ട്. ഇത്രയധികം സൗഹൃദമുള്ള ഒരു ചുരുക്കമാണ് CSI, മാർത്തോമ, അതുപോലെ തന്നെ കത്തോലിക്ക എല്ലാം. എൻ്റെ ഭാര്യ മരിച്ച സമയത്ത് ക്ലീമീസ് ബാബ തിരുവനന്തപുരത്ത് നിന്ന് ഓൾ ദ വേ ഫ്രം ദെയർ ഹി കെയിം ടു മൈ ഹൗസ് ഇൻ കുറിച്ചി. അതുപോലെ എല്ലാവരുമായിട്ടും ആ ഒരു നല്ല ബന്ധ സൗഹൃദം. അതുകൊണ്ട് ധന്യൻ ഏത് നിമിഷത്തിലും ആകാം. പക്ഷേ എനിക്കൊന്നുള്ള വലിയ പ്രത്യാശയുള്ളത്, ലിവിങ് ഹോപ്പ്, കർത്താവിനോട് ചേരുവാൻ സാധിക്കുന്ന ഒരു അനുഭവം, അതാണ്. അതുകൊണ്ട് എനിക്ക് മരണത്തെപ്പറ്റിയോ മറ്റൊന്നിനെപ്പറ്റിയോ ഒരു ആങ്സൈറ്റി എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ടാണ് എപ്പോഴും പലരും പറയും അച്ഛനെ എപ്പം നല്ല ചിരിക്കുന്ന മുഖവുമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. കാരണം എനിക്ക് ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് എല്ലാം അവിടുന്ന് നോക്കിക്കൊള്ളുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ബിക്കോസ് ദാറ്റ് ഹാസ് ബീൻ മൈ എക്സ്പീരിയൻസ് ത്രൂ ഔട്ട്. ഈ 90 പിന്നോട്ടുള്ള ജീവിതത്തിൽ നോക്കുമ്പോഴെല്ലാം അറ്റ് ദ റൈറ്റ് ടൈം, God is never too late nor too early. God at the right time,
ഹി വിൽ ഇൻ്റർവീൻ, അവിടുന്ന് ഇടപെട്ട് വേണ്ടതൊക്കെ ചെയ്യുമെന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷ എനിക്കുള്ളത് കൊണ്ട് എപ്പോഴും ആ ഒരു ശുഭപ്രതീക്ഷയാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. അച്ഛൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയം, പ്രത്യേകിച്ച് അച്ഛൻ വളരെ സമയത്തെ ബഹുമാനിക്കുകയും സമയം അച്ഛനോടൊപ്പം നീങ്ങുകയും ചെയ്യണം എന്ന് ശാഠ്യമുള്ള ആളുകൂടെയാണ്. അച്ഛൻ്റെ വിലപ്പെട്ട സമയം ഈ അഭിമുഖത്തിന് വേണ്ടി ചിലവിടുകയും അച്ഛൻ്റെ 60 വർഷത്തിലധികമായി എത്രയോ വൈദിക വൃന്ദത്തെ ഈ സഭയ്ക്കും സമൂഹത്തിനും സമർപ്പിക്കുവാൻ അച്ഛൻ്റെ അധ്യാപന വൃത്തിയിലൂടെ സാധിച്ചു. അച്ഛൻ്റെ കോൺട്രിബ്യൂഷൻസ് ഈ ലോകമുള്ളിടത്തോളം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. അച്ഛൻ്റെ എഴുത്തുകൾ എല്ലാം എപ്പോഴും സജീവമായി തേജസ്സുറ്റ മുഖങ്ങളായി ആശയങ്ങളായി എപ്പോഴും പരിലസിക്കുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഇപ്രകാരം ഒരു ഇൻ്റർവ്യൂ അനുവദിച്ച അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും വേർഡ് ടു വേൾഡ് ചാനലിൻ്റെ പേരിൽ അർപ്പിക്കുന്നു. അച്ഛന് ആയുരാരോഗ്യ സൗഖ്യത്തിനായി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. വേർഡ് ടു വേൾഡ് ചാനലിൻ്റെ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ആശംസകൾ ഈ നിമിഷം അർപ്പിക്കുന്നു. താങ്ക് യു. ഇന്ന് നമ്മോടൊപ്പം ഈ എപ്പിസോഡിൽ തൻ്റെ ജീവിതഗന്ധിയായ അനുഭവങ്ങൾ പങ്കിടുകയും TJ ജോഷുവ എന്ന അച്ഛൻ ആരാണ് എന്ന് കേരളത്തിലെ സുവിശേഷ വിഹിത സഭയോട്, പൗരസ്ത്യ സഭയോട്, കേരളത്തിൽ പത്രം വായിക്കുന്നവരോട് പരിചയപ്പെടുത്തേണ്ടുന്ന കാര്യമേയില്ല. അച്ഛൻ്റെ വാക്കുകൾ എന്നും നമ്മെ ജീവിപ്പിക്കുന്നു. അച്ഛൻ്റെ എഴുത്തുകൾ നമ്മെ ജീവിപ്പിക്കുന്നു. അച്ഛന് എല്ലാ പ്രാർത്ഥനകളും ഈ നിമിഷം അർപ്പിക്കുന്നു. പുതിയ വർഷങ്ങൾ അച്ഛനെ കാത്തിരിക്കുന്നു. പുത്തൻ പ്രതീക്ഷകളോടെ അച്ഛൻ്റെ നല്ല സംഭാവനകൾ ഇനിയും ക്രൈസ്തവ ലോകത്തിനും സമൂഹത്തിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അച്ഛന് എല്ലാ ആശംസകളും നേരുന്നു. പുതിയ എപ്പിസോഡിൽ നാം ഒരു പുതിയ ഇടയശ്രേഷ്ഠനുമായി കണ്ടുമുട്ടുന്നവരെയും ദൈവം തമ്പുരാൻ നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.